യെസ്, നമ്മളെന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. കോർണർ ഷീൽഡ് നമ്മൾ സംസാരിക്കേണ്ട ഒരു പേര് തന്നെയാണ് കോർണർ ഷീൽഡിൻ്റെ. എന്തായാലും അദ്ദേഹം ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരമായിട്ട് മാറിയിരിക്കുന്നത് 8 അസിസ്റ്റാണ് 14 കളികളിൽ നിന്ന് നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ഈ ഒരു സീസൺ കഴിയുമ്പോൾ ISL തന്നെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയിട്ടുള്ള താരമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്നാലും ഈ ഒരു ലിസ്റ്റിൽ 1ാം സ്ഥാനത്തേക്ക് ഇന്ന് ഗ്രെഗ് സ്റ്റുവർട്ടാണ്. 21 കളിയിൽ നിന്ന് 10 അസിസ്റ്റ്. എനിക്ക് തോന്നുന്നത് ജംഷഡ്പൂർ കളിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അദ്ദേഹം ആ ഒരു 10 അസിസ്റ്റ് നൽകി. അത് ഇന്ന് തലാലാണ് കഴിഞ്ഞ സീസണിൽ 22 കളിയിൽ നിന്ന് 10 അസിസ്റ്റ്. അല്ല ബൂമോസ് 15 കളിയിൽ നിന്ന് 9 അസിസ്റ്റ്. അത് 2019-20 സീസൺ FC ഗോവയ്ക്ക് വേണ്ടി അദ്ദേഹം കളിക്കുന്ന സീസണാണ്, മിന്നും സീസണായിരുന്നു. പിന്നെ നോവാ സുദയാണ് 20 കളിയിൽ നിന്ന് 9 അസിസ്റ്റ്. അത് കഴിഞ്ഞ് 5ാം സ്ഥാനത്താണ് ഇപ്പോൾ കോർണർ ഷീൽഡിൽ ഇരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ ഒരു 3 അസിസ്റ്റ് കൂടെ നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉറപ്പായിട്ട് നൽകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 2 കളിയിൽ നിന്ന് അദ്ദേഹം നൽകിയത് 4 അസിസ്റ്റുകളാണ്. വെറും 2 കളിയിൽ നിന്ന് 4 അസിസ്റ്റ്. സോ നിങ്ങളൊന്ന് ആലോചിക്കുക, അദ്ദേഹത്തിന് ഇനിയും 7-8 കളി ബാക്കി കിടപ്പുണ്ട്. സോ അവിടെ എന്തായാലും അദ്ദേഹം ഒരു 3 അസിസ്റ്റെങ്കിലും കുറഞ്ഞാൽ നൽകും. ഉറപ്പായിട്ടും ISL ഒരു സീസൺ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകുന്ന താരമായിട്ട് മാറുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും കോർണർ ഷീൽഡിന് താരമുള്ള 6ാം സ്ഥാനത്ത് മലൂടെയാണ്. 16 കളിയിൽ നിന്ന് 8 അസിസ്റ്റും. അത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഡൽഹി ഡൈനാമോസ് എന്ന് പറയുന്ന ടീമും മലൂടെ. ലിയോ മൗറ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ആയിരുന്നു. 2015 സീസണിലെ ലിയോ മൗറ FC ഗോയുടെ മിന്നും പ്ലെയർ ആയിരുന്നു. 16 കളിയിൽ നിന്ന് അദ്ദേഹം 8 അസിസ്റ്റ്. പിന്നെ അർണോൾഡ് മുംബൈയുടെ 18 കളിയിൽ നിന്ന് 8 അസിസ്റ്റ്. ട്രിവിലാറോ നമുക്കറിയാം ഏത് ലെവൽ പ്ലെയർ ആയിരുന്നു. 20 കളിയിൽ നിന്ന് 8 അസിസ്റ്റ്. സ്റ്റുവർട്ട് 2022-23 സീസൺ മുംബൈ സിറ്റിക്ക് വേണ്ടി 8 അസിസ്റ്റ്. ഈ സ്കോട്ടിഷ് താരങ്ങളൊക്കെ ഭയങ്കര മികച്ച താരങ്ങളാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ഒരു അസിസ്റ്റ് നൽകുന്നതിലും പ്ലേ മേക്കിങ്ങിലൊക്കെ ഒരു മികച്ചതാണ് സ്കോട്ടിഷ് താരങ്ങൾ. കോർണർ ഷീൽഡ് സ്കോട്ടിഷ് താരമാണ്. അതുപോലെ തന്നെ ഗ്രെഗ് സ്റ്റുവർട്ട് സ്കോട്ടിഷ് താരമാണ്. സോ സ്കോട്ടിഷ് താരങ്ങളെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് സ്വന്തമാക്കി നല്ലതായിരിക്കും. നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും ബികാഷ് യുംനാമിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത്. എന്തായാലും ഇപ്പോൾ ബികാഷ് യുംനാമിന് ആ ഒരു 21ാം നമ്പർ ജേഴ്സി കൂടി നൽകിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അത് വിരമിപ്പിച്ച ജേഴ്സി ആയിരുന്നു സന്ദേശ് ജിങ്ങിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അത് എന്താ പറയുക, ബികാഷ് യുംനാമിന് നൽകി. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സന്ദേശ് ജിങ്ങിനെ പോലൊരു പ്ലെയർ ഇതുവരെ എന്താ പറയുക നമുക്കുണ്ടായിട്ടില്ല നമ്മുടെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ. അതൊരു ഇന്ത്യൻ പ്ലെയർ ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആ ഒരു സമയത്ത് ലീഡ് ചെയ്ത രീതിയും 2 വട്ടം നമ്മളെ ഫൈനലിലെത്തിച്ച ആ ഒരു രീതിയും ഒരു ആബ്സല്യൂട്ട് വാരിയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജേഴ്സി 21 വിരമിച്ചാൽ അത് വിരമിച്ച തന്നെ ആയിരിക്കണമായിരുന്നു. അല്ലാതെ പിന്നെ എടുത്തിട്ട് ചെയ്തൊക്കെ വളരെ മോശമായി പോയെന്നാണ്. സ്റ്റിൽ എനിക്കത് അത്ര താല്പര്യമില്ല. എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ്. അത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആയിരുന്നു. അതായത് ഒന്നും നോക്കാതെ കളിക്ക് വേണ്ടി മാത്രം എന്തും നൽകാൻ തയ്യാറാവുന്നൊരു പ്ലെയറായിരുന്നു. ആ ഒരു തൻ്റെ കോട്ടയിലേക്ക് ഒരാളെപ്പോലും കയറ്റത്തില്ല എന്ന് മനസ്സുറപ്പിച്ച് കളിക്കുന്നൊരു പ്ലെയറാണ്. സോ അതുപോലത്തെയൊക്കെ പ്ലെയറിനെ കാണാനൊക്കെ റെയറാണ്. സോ എന്തായാലും അത് വിരമിപ്പിക്കേണ്ട ജേഴ്സി തന്നെയായിരുന്നു. ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് തന്നെ പറയണം.